ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ കാണാവുന്ന കാഴ്ച എന്ന് പറയുന്നത് സിറിയൻ ജനത ആഗ്രഹിച്ച ഒരു വിജയം വിമതർ നേടിയെടുക്കുകയാണ് ചെയ്തത്. അസദിന് രാജ്യം വിട്ടോടേണ്ടി വന്നു, റഷ്യയിൽ അഭയം തേടേണ്ടി വന്നു. പക്ഷേ ശരിക്കുമുള്ള ചിത്രം ഇങ്ങനെയാണോ? താങ്കൾ എങ്ങനെയാണ് സിറിയയിലെ ഈ രാഷ്ട്രീയ മാറ്റം, ഭരണകൂടത്തിന്റെ തകർച്ച വിലയിരുത്തുന്നത്? ഈ ജനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അസ്തിത്വമാണ്. അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അവരെല്ലാം യോജിക്കും. അതേസമയം തന്നെ ഒരു റാലിയും വരും, പോയിന്റ് ഓഫ് ടൈം. ഇപ്പോൾ ഇറാനിയൻ വിപ്ലവം നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയ്ക്കും ഷാക്കിനെതിരെയുള്ള ഒരു വിപ്ലവമായിരുന്നല്ലോ അത്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിസ്റ്റുകളെല്ലാം വളരെ ഒരുമിച്ച് ബായ് ആയിരുന്നു. ആ വിപ്ലവം നടന്നു, അവിടെ ഇസ്ലാമിസ്റ്റ് ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് അടുത്ത അവസരം ചെയ്തതെന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ തലവെട്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ജനതയുടെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അസ്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണം. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന അസദിനോട് വിവിധ തരത്തിലുള്ള എതിർപ്പുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വളരെ കാലമായിട്ട് അവിടെ അസദിനെയും മുപ്പരുടെ വാപ്പാൻ്റെയും ഭരണമായിരുന്നു. പക്ഷേ അതിനെതിരായിട്ട് അവിടെയുള്ള ഓൾട്ടർനേറ്റീവ് എന്താണ്? ഓൾട്ടർനേറ്റീവ് ഒന്ന് പാർട്ടിനുള്ളിൽ തന്നെ അവർക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ, കുടുംബഭരണമാകുന്നു എന്നൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടെ മാത്രമല്ല, ഈ ഇടതുപക്ഷ സ്വഭാവമുള്ള മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന കുടുംബത്തിലേക്ക് അധികാരം പോകുന്നതാണ്. അതിന് അവരുള്ളിൽ പറയുന്നൊരു ന്യായം എന്ന് വെച്ചാൽ ഈ വിറ്റ് കാശാക്കുന്ന ചിലരെക്കാട്ടും നല്ലത് ഈ പാരമ്പര്യം കുറച്ചെങ്കിലും മനസ്സിലാക്കുന്ന ആളുകളാണെന്നുള്ളത്. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും അതിനെതിരെ അവിടെ ഒരു വികാരം ഉണ്ടായിരുന്നു. ആ വികാരം എന്താ പറയുക, പ്രതിഷേധമായി മാറുകയും അതിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളാണ് വിപ്ലവം നയിച്ചതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കുറച്ചെങ്കിലും പുരോഗമന സ്വഭാവമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഉദാഹരണം അഫ്ഗാനിസ്ഥാൻ, നജീബിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ പല പോരായ്മകളുണ്ടെങ്കിലും ആ കാലഘട്ടത്തിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. നഗരങ്ങളിലെങ്കിലും കാബൂൾ, ആന്ധ്രാബാദ് തുടങ്ങിയ സ്ഥലങ്ങളെങ്കിലും ആ ഒരു അഫ്ഗാനിസ്ഥാൻ. ഇന്നിപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അമേരിക്കയുടെ മറ്റു ആശീർവാദത്തോടു കൂടി ആ പ്രദേശം നൂറ്റാണ്ടുകൾ പിറകിലോട്ട് പോവുകയാണ്. പിന്നെ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുത്തത് പിന്നെ അവരെ വന്ന് അടിച്ചു, ഇവന്മാരെല്ലാം ഡിസ്പ്ലേസ് ചെയ്തു. രണ്ടാമത് അവർക്ക് എയർഫോഴ്സ് ഇല്ലാത്ത താലിബാൻ എയർഫോഴ്സ് ഉണ്ടാക്കി കൊടുത്ത് അമേരിക്ക പിൻവാങ്ങി. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ അറബ് വസന്തം എന്ന് പറഞ്ഞ അറബ് സ്റ്റേറ്റിലുള്ള തെമ്മാടികൾ നടത്തിയിട്ടുള്ള പ്രശ്നം ആദ്യം ഞാനതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. പിന്നെ ആ തെമ്മാടികൾ എന്ന് വിളിക്കാൻ കാരണം ഇവർ ഈജിപ്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് അധികാരം പിടിച്ചെന്താ ചെയ്തത്? ഈ സിറിയൻ ക്രിസ്ത്യാനികളെ പോലെ കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ, ന്യൂനപക്ഷം. അവരുടെ പള്ളികൾ ഓരോ ഞായറാഴ്ച ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത് അതിതീവ്ര ഇസ്ലാമിസ്റ്റ് അജണ്ടയാണ്. ഇസ്ലാമിസ്റ്റ് അജണ്ട തീവ്രവാദ അജണ്ടയാണ്. മുസ്ലിങ്ങളല്ല തീവ്രവാദികളല്ല, ഇസ്ലാം തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ വ്യാഖ്യാനിച്ച് അത് ഇസ്ലാമിക തീവ്രവാദമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതായത് എരുതിയിൽ നിന്ന് പാറച്ചട്ടിയിലേക്ക് പോകും സിറിയ എന്ന രീതിയിലാണോ താങ്കളുടെ നിരീക്ഷണം വരുന്നത്? ഇപ്പോഴത്തെ ഈ അസദ് ഭരണകൂടത്തിന്റെ തകർച്ച കൊണ്ട് ഒരു പ്രയോജനവും സിറിയയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ കുഴപ്പത്തിലേക്ക്, അതായത് ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്ന അസദിനെ തകർത്തുകൊണ്ട് പുതിയ ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ അതൊരു മതഭീകരതയുടെ ഒരു ഉദാഹരണമായി മാറാൻ പോവുകയാണ്. ആ രീതിയിലുള്ള നിയമങ്ങൾക്ക് വിധേയരാകാൻ പോവുകയാണ് സിറിയ. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെയാണോ താങ്കളുടെ വിലയിരുത്തൽ പോകുന്നത് ശ്രീ ഫക്രുദ്ദീൻ? സോഫ നമ്മളെ മുന്നിലുള്ള അനുഭവം അങ്ങനെ തന്നെ. അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ച സമയത്ത് ഈ തവണ അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അത് ഇതെന്നൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ക്രിക്കറ്റർ പറയുന്നത് കേട്ടു, ഇതൊന്നല്ല അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞ അയാൾ ശക്തമായിട്ട് വിമർശിക്കുന്നത് കേട്ടു. അപ്പോൾ ഇതുവരെ ഈ സിറിയ കടലിലായിരുന്നു, ഇനി ഭീകരനായ ബഗൻ ചെകുത്താൻ്റെ കയ്യിലാണ്. അത്രയേ ഉള്ളൂ. സോഫ നമ്മൾ പ്രഥമ ദൃഷ്ടിയാണ് നോക്കും. ഇനി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. ശരി, ശ്രീ മോഹൻ.